ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. യേശുവും യേശുവിൻ്റെ പിതാവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ തിരുവെഴുത്തിൽ കൂടി ചിന്തിക്കുന്ന ഭാഗമാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇത് യോഹന്നാൻ കണ്ട ഒരു സാക്ഷ്യം അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നാമത് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വന്നയാൾ ആരാന്നുള്ളതാണ്. ഈ വന്നയാൾ വചനം ജഡമായി തീർന്ന മനുഷ്യനാണ്. വചനം എങ്ങനെ മാംസമായി തീരും? വചനം എങ്ങനെ മനുഷ്യനായി തീരും? വചനം എങ്ങനെ ഒരു ജീവിതമായി തീരും? അതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകാനുള്ളതാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. വരാനുള്ള കാലത്തെ മുൻകണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കാലാവസാനത്തിങ്കൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്തു. മറിയ എന്ന കന്യകയിൽ യേശു ജന്മമെടുത്തു, ലോകത്തിൽ ജനിച്ചു. അവിടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത്? അത് വചനം നിവൃത്തിയായതാണ്. ഏത് വചനം? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള വചനം നിവൃത്തിയായതാണ്. അപ്പോൾ കന്യകയായ മറിയം ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചത് എന്തായി തീർന്നു? വചനം നിവൃത്തീകരിച്ചതാണ്. വചനം അവിടെ സംഭവിച്ചതാണ്. ഇതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാണ് എതിരാളിയായ സാത്താനോട്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ വരുന്നുണ്ട് എന്നുള്ളത് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മുൻപ് കൂട്ടി പ്രവചിച്ചതാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ വന്നതെങ്കിൽ കാലാവസാനത്തേക്കാൾ വചനം പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ സ്ത്രീയുടെ സന്തതി ആയി ഈ ലോകത്തിലേക്ക് യേശു കന്യകയിൽ നിന്ന് ജന്മമെടുത്ത് ഈ ലോകത്ത് ജനിച്ചപ്പോൾ വചനം മനുഷ്യനായി തീർന്നു. ഏത് വചനം? സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വചനങ്ങൾ മനുഷ്യനായി തീർന്നതാണ് യേശു. പലപ്പോഴും ഇതിനെക്കുറിച്ച് പല തെറ്റായ ധാരണകളും പഠനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്തെന്നാൽ യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് വചനം കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാംസമായി തീർന്നതാണ്. എങ്ങനെയായിത്തീരും? വചനത്തിൻ്റെ നിലയെന്താ? യേശുവിൻ്റെ ശരീരത്തിൻ്റെ നിലയെന്താ? യേശു മരിച്ചതിന് ശേഷം ശരീരം നിർജ്ജീവമായിട്ട് കല്ലറയ്ക്കുള്ളിലിരിക്കുക 3 ദിവസം. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഈ 3 ദിവസം ജീവനില്ലാതിരുന്ന ആ മാംസം, ആ ശരീരം, അത് വചനമാണ്. വചനപ്രകാരം മോശ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അനുസരിച്ച് പർവ്വതത്തിൽ ദൈവം കാണിച്ച മാതൃക പ്രകാരം ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി. ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി 2ആണ്. അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഖദിരമരം, മൂടുശീല, കുറ്റി, കൊളുത്ത്, അന്താഴം, മൂടുവിരി മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കൾ. എന്നാൽ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിൻ്റെ വചനപ്രകാരം സമാഗമന കൂടാരം ഉണ്ടാക്കി. മോശയോട് ദൈവം അരുളി ചെയ്ത വചനത്തിൻ്റെ നിവൃത്തിയാണ് ഈ സമാഗമന കൂടാരം.
അതായത് സ്വർഗത്തിൽ ഉള്ള ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ അതേ നിഴൽ സീനായി പർവ്വതത്തിൽ കാണിച്ചു. ആ സീനായി പർവ്വതത്തിൽ കാണിച്ച അതേ അതേ രൂപം തന്നെ മോശ മരുഭൂമിയിൽ പണിതു. അപ്പോൾ സ്വർഗത്തിൻ്റെ നിഴലിലായി. അപ്പോൾ പൊരുൾ എവിടെയാ? സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്. അതായത് ദൈവം വസിക്കുന്ന ഒരു മന്ദിരം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള മന്ദിരത്തിൻ്റെ നിഴലാണ് ഇവിടെ ഉണ്ടാക്കിയ സമാഗമ കൂടാരം. വചനം ഏതാ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പഴയ നിയമത്തിൽ യാഗങ്ങൾ നടത്തി ആ യാഗമൃഗത്തിൻ്റെ രക്തം കൊണ്ടുവന്ന് ഉപകരണങ്ങളിന്മേൽ തളിക്കുന്ന സമാഗമന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലുള്ള ഉപകരണമേൽ തളിച്ച് ശുദ്ധീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ സമാഗമന കൂടാരത്തിലും യെരൂശലേം ദേവാലയങ്ങളിലും നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. ഇത് പ്രതിബിംബങ്ങളായിരുന്നു, നിഴലാണ്. അതായത് സ്വർഗീയമായതിൻ്റെ നിഴലായതിൽ ശുശ്രൂഷ ചെയ്തു എന്നാണ്. പ്രതിബിംബങ്ങളാണ്. സാക്ഷാൽ രൂപം സ്വർഗത്തിലിരിക്കുക, ഭൂമിയിലുള്ളത് അതിൻ്റെ പ്രതിബിംബങ്ങളാണ്. എങ്ങനെ പ്രതിബിംബങ്ങൾ? എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ, അതായത് സമാഗമന കൂടാരം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിഴലാണ്. അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിൻ്റെ പൊരുൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വൃക്ഷത്തിൻ്റെ നിഴൽ അല്ലെ ഏതിൻ്റെയെങ്കിലും നിഴൽ ഭൂമിയിൽ കണ്ടാൽ ആ നിഴലിനെ നോക്കിയിട്ട് ഈ നിഴലിൻ്റെ പൊരുൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിലൊരു വൃക്ഷത്തിൻ്റെ നിഴലായിരിക്കും, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ നിഴലായിരിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നിഴലായിരിക്കും. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നിഴലായിരിക്കും അത്. നിഴലുണ്ടെങ്കിൽ പൊരുളുണ്ട്. അതുപോലെ തന്നെ സമാഗമന കൂടാരം കണ്ടതിന് ശേഷം ഇത് നിഴലാണ്, ഇതിൻ്റെ പൊരുൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊരുൾ സ്വർഗത്തിലാണ്. അതെങ്ങനെ ഇരിക്കും? അത് ഈ കാണുന്ന കാര്യങ്ങളുടെ എല്ലാം തനി രൂപം സ്വർഗത്തിലാണ്. അതിൻ്റെ പ്രതിബിംബമാണ് ഇവിടെ, അതിൻ്റെ നിഴലാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ സമാഗമന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലും ഉള്ള ഉപകരണങ്ങളും ആ കൂടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോന്നിൻ്റെയും പൊരുൾ എവിടെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സാക്ഷാൽ രൂപം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിലാണെന്നും അത് സ്വർഗത്തിൽ കാണിച്ചു തരാൻ സാധിക്കും. ഇനി അവിടെ പെട്ടകം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പെട്ടകമുണ്ടോ? ഒറിജിനൽ പെട്ടകം സ്വർഗത്തിലാണ്. അങ്ങനെ ഒരു ദൈവാലയം സ്വർഗത്തിലുണ്ടോ? അങ്ങനെ ഒരു പെട്ടകം സ്വർഗത്തിലുണ്ടോ? അങ്ങനെ ഒരു പെട്ടകത്തിലെ തിരുവെഴുത്ത് സ്വർഗത്തിലുണ്ടോ? ഉണ്ടോ എന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്ന ദർശനം എഴുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. അപ്പോൾ ഭൂമിയിൽ യെരൂശലേം ദേവാലയമല്ല, സമാഗമന കൂടാരമല്ല, പിന്നെയോ മോശയ്ക്ക് കർത്താവ് കാണിച്ചു കൊടുത്ത, സീനായി പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത പ്രതിബിംബത്തിൻ്റെ ഒറിജിനൽ തനതായ രൂപം സ്വർഗത്തിലുണ്ട്. അവിടെയുണ്ട് ഈ മന്ദിരമുണ്ട്, അവിടെയുണ്ട് ഈ പെട്ടകമുണ്ട്, അവിടെയുണ്ട് ഈ തിരശ്ശീലയുണ്ട്, അതിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് തനി രൂപം, അതാണ് പ്രത്യക്ഷമായത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. അവിടെ പെട്ടകമുണ്ട്. മിന്നലും മേഘവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അത് തുടർന്ന് അവതരണം അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നിഴലാണ് ഈ ഭൂമിയിൽ ചെയ്തത്. ശലോമോൻ പണിത ദൈവാലയം നിഴലാണ്. ശലോമോൻ എങ്ങനെ ആലയം പണിതു? ദൈവം ദാവീദിന് വരച്ചു കൊടുത്ത പ്ലാൻ പ്രകാരമാണ് ശലോമോൻ ആലയം പണിതത്.
പണിത് തീർന്നു കഴിഞ്ഞപ്പോൾ ഇത് നിഴലായി, സ്വർഗത്തിലുള്ളത് പൊരുളായി, ദാവീദിന് ലഭിച്ചത് രേഖയുമായി. മറ്റൊരു വാക്കി പറഞ്ഞാൽ സ്വർഗത്തിലുള്ള തനതായ ദൈവാലയത്തിൻ്റെയും ഉപകരണങ്ങളുടെയും രേഖയാണ് ദാവീദിന് ദൈവം കൊടുത്തത്. ആ രേഖ പ്രകാരമാണ് ശലോമോൻ ദൈവത്തിൻ്റെ ആലയം പണിതത്. ഇങ്ങനെ നമ്മളിവിടെ ചിന്തിക്കുന്ന വിഷയം വചനം ജഡമായി തീർന്നു എന്നുള്ളതാണ്. ഇത് വളർച്ചയിൽ ഇന്ന് കുറച്ച് വചനം വന്നു, അത് ശരീരമായി തീർന്നു, കൈ വളർന്നു, കാല് വളർന്നു, ഇങ്ങനെ ഓരോരോ ശരീരഭാഗങ്ങൾ വചനമായിട്ട് വളർന്നു. അങ്ങനെയല്ല, തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. മോശയോട് കർത്താവ് പറഞ്ഞ ഓരോ തിരുവെഴുത്തും തിരശീലയായിട്ടും മറശീലയായിട്ടും പെട്ടകമായിട്ടും അത് ഖദിരമരം കൊണ്ടുള്ള പണിയായിട്ടും കാഴ്ചയപ്പത്തിൻ്റെ മേശയായിട്ടും ധൂപപീഠമായിട്ടും തങ്കനിലവിളക്കായിട്ടും യാഗപീഠമായിട്ടും പിച്ചളത്തൊട്ടിയായിട്ടും എല്ലാം ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം മോശയ്ക്ക് കൊടുത്ത വചനത്തിൻ്റെ നിവൃത്തിയാണ്. ആ ദൈവം മോശയ്ക്ക് കൊടുത്ത വചനം നിവർത്തിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നിവർത്തിച്ച വസ്തു എന്ന് പറയുന്നത് നിഴലായി തീർന്നു, സ്വർഗത്തിലുള്ളത് പൊരുളായി തീർന്നു. നിവർത്തിച്ചത് വചനം. ഇപ്രകാരമാണ് യേശുവിൻ്റെ ശരീരം. യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് നിഴലാണ്. ഇതിൻ്റെ പൊരുളെവിടെയാണ്? ഇതിൻ്റെ പൊരുളെന്ന് പറയുന്നത് എന്താ? യേശുവിൻ്റെ ശരീരം, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതം നിഴലാണെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പൊരുളേതാണ്? അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 35-ാം വാക്യം പറയുന്നത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിന്റെ ശക്തിയുടെ നിഴലാണ് ഈ ലോകത്തിൽ വന്ന യേശു എന്ന മനുഷ്യനെന്നർത്ഥം. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താ? 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു, അതായത് ദൈവപുത്രനായ ഈ അഗ്നിജ്വാലക്കർക്കത്തുള്ള കണ്ണുള്ള ഈ ദൈവപുത്രനാണ് പൊരുള്. അതിൻ്റെ നിഴലായിട്ടാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യ ജീവിതത്തെ തീർത്തെടുത്തത്. മോശ ദൈവത്തിൻ്റെ വചനം കേട്ട് സമാഗമന കൂടാരം പണിതു. ഇപ്പം സ്വർഗത്തിലൊരു മന്ദിരമുണ്ട്, മരുഭൂമിയിൽ സമാഗമന കൂടാരമുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളത് പൊരുളും ഭൂമിയിൽ സമാഗമന കൂടാരം നിഴലും. ഇതുപോലെ യേശു എന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇത് നിഴലാണ്. എന്തിൻ്റെ നിഴൽ? ദൈവശക്തിയുടെ നിഴൽ. ദൈവശക്തി എവിടെയാണ്? എന്താ ദൈവശക്തി എന്ന് പറയുന്നത്? ദൈവശക്തി എന്ന് പറയുന്നതാണ് ദൈവപുത്രനായ ക്രിസ്തു. അത് ഈ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള ആൾ. ഈ ആൾ എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ നിഴലാണ് ഈ ഭൂമിയിൽ വന്നതെന്നർത്ഥം. ആ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തു. അതിൻ്റെ നിഴലാണ് ഈ ഭൂമിയിൽ വന്ന മനുഷ്യനായ യേശു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇവിടെ വചനം ജഡമായി തീർന്നു എന്നുള്ളതിൻ്റെ പൊരുൾ നമ്മൾ ആദ്യമേ ഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. മനുഷ്യ ജീവിതമായി തീർന്ന യേശു എന്ന മനുഷ്യൻ്റെ പൊരുള് സ്വർഗത്തിലാണ്. സ്വർഗത്തിലുള്ള പൊരുളിൻ്റെ പ്രതിബിംബമാണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് വന്നത്. ഈ സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബമായി ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം ഉണ്ടാക്കിയത് വചനപ്രകാരമാണ്. മാനവരാശിയുടെ വീഴ്ച മുതൽ സ്ത്രീയുടെ സന്തതിയെന്നും കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും അവകാശമുള്ളവൻ വരുമെന്നും കാലാവസാനത്തിങ്കൽ ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്നും എല്ലാം അനവധി വചനങ്ങൾ ദൈവം മുൻപ് കൂട്ടി പ്രസ്താവിച്ചത് നിവർത്തീകരിക്കപ്പെട്ട് ഒരനുഭവത്തിലാണ് യേശു എന്ന മനുഷ്യൻ ജനിക്കാനിടയായി തീർന്നു. അങ്ങനെയാണ് ദൈവസിംഹാസനത്തിലിരിക്കുന്ന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായ യേശു ജനിക്കാനും ജീവിക്കാനും ഇടയായി തീർന്നു. അപ്പോഴും നമ്മൾ
ചിന്തിക്കാൻ ആരംഭിച്ച് ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ചിന്തിക്കാൻ ആരംഭിച്ചത് ഇതാണ്: യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. എങ്ങനെ വചനം ജഡമായി തീർന്നു? പാപത്തോടുകൂടി, മനുഷ്യൻ്റെ പാപത്തോടുകൂടി, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാലാവസാനത്തിങ്കൽ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്ന് കർത്താവ് പറഞ്ഞത് തുടങ്ങി സകല പ്രവാചകന്മാരും നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതും, അവൻ്റെ യാഗവും അവൻ്റെ ത്യാഗവും അവൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള മരണത്തുള്ള അനുസരണവും അവൻ്റെ ജനനവും ഇത് മുഴുവനും മുൻപ് കൂട്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അങ്ങനെ തന്നെ നിവർത്തീകരിച്ചതാണ് യേശു എന്ന മനുഷ്യൻ. അങ്ങനെ നിവർത്തീകരിച്ചപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവശക്തിയും ദൈവജ്ഞാനവും ദൈവപുത്രനുമായ ക്രിസ്തു അതിന് നിഴലായി ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യനായ യേശു ക്രിസ്തു ആയിത്തീർന്നു. അപ്പോൾ ഇവിടെ ദൈവപുത്രന് 2 രൂപങ്ങളുണ്ടെന്ന് വരുന്നു. ഏതൊക്കെ? ഒന്ന് സ്വർഗത്തിലിരിക്കുന്ന രൂപം, 2 ഭൂമിയിൽ വരുന്ന രൂപം. സ്വർഗത്തിലിരിക്കുന്ന രൂപം ഏതാ? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ. ഭൂമിയിലുള്ള രൂപം ഏതാ? അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കേണ്ട പലരും അവനെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവനൊരു സാധാരണ മനുഷ്യൻ്റെ രൂപം മാത്രം. അത് നിഴലാണ്. പൊരുൾ സ്വർഗത്തിൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ദൈവപുത്രൻ്റെ രൂപം. ഇത് 2 ദൈവപുത്രനാണ് താനും. അതായത് ഈ സ്വർഗത്തിലിരിക്കുന്ന രൂപവും ഭൂമിയിൽ വന്ന മനുഷ്യരൂപവും രണ്ടും ദൈവപുത്രൻ തന്നെയാണ്. അടുത്ത വിഷയം, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് വചനം പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2:5 എന്താണ്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അവൻ ദൈവരൂപത്തിലിരിക്കെ, അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവരൂപത്തിലിരുന്നവനാണ്. ഏതാ ദൈവരൂപം? അതാണ് സാക്ഷാൽ ദൈവപുത്രൻ്റെ രൂപം. സാക്ഷാൽ ദൈവപുത്രൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വെളിപ്പാട് 2:18 വായിച്ചാൽ മതി. എന്താണ്? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലും ഉള്ള ദൈവപുത്രനെ അരുളി ചെയ്യുന്നത്. അപ്പോൾ ദൈവപുത്രൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാലും, മുഖം സൂര്യനെ പോലെയും വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാള് പുറപ്പെടുന്നതുമായ ആ ഭയങ്കരമായ രൂപമാണ് ദൈവപുത്രൻ്റെ രൂപം. എന്നാൽ ആ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളുന്ന അവൻ ദൈവം തന്നെയാണ്. ആദർശനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണവൻ. അവനും അപ്പുറം ദൈവത്തെ കാണാൻ സാധിക്കില്ല. അവനെ കണ്ടവൻ ദൈവത്തെ കണ്ടു. അത്ര പദവിയിലിരുന്നവൻ ആ രൂപം എടുക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നു. അതായത് നിഴലായി ഭൂമിയിലേക്ക് വന്നു. ദൈവരൂപത്തിൽ വന്നില്ല. ദൈവരൂപമായ ദൈവപുത്രൻ്റെ രൂപത്തിൽ വരാതെ അതവിടെ വെച്ചതിന് ശേഷം ദാസരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. അതാണല്ലോ ഈ ചിന്തകൾക്കും തർക്കങ്ങൾക്കും വാദങ്ങൾക്കും എല്ലാം കാരണം അതാണ്. അങ്ങനെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ വന്നപ്പോൾ ഇത് നിഴലാണ്. നിഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഇവൻ്റെ വാക്കുകൾ കേട്ട് വളരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകളാണ്, ഉപദേശങ്ങളാണ് ഒക്കെ ഇവർ സമ്മതിച്ചു. എന്നാൽ ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം കർത്താവ് ചോദിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ എത്രയോ പ്രവൃത്തികൾ നിങ്ങളുടെ അടുക്കൽ ചെയ്തു. ഇതിലേത് പ്രവൃത്തിയാണ് നിങ്ങൾ എന്നെ കല്ലെറിയാനുള്ള കാരണം? അപ്പോൾ അവർ പറഞ്ഞ്, കല്ലെറിയേണ്ട കാരണം നീ നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടൊന്നുമല്ല. പിന്നെയോ, നീ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറഞ്ഞ് നീ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറയുന്നത് ദൈവത്തോട് സമനാണെന്നർത്ഥം. നീ ദൈവപുത്രനെന്ന് ദൈവത്തോട് സമനാക്കിയതുകൊണ്ടാണ്. കാരണം അവർ നോക്കുമ്പോൾ അവർ ദൈവത്തിനെ കണ്ടിട്ടുള്ള വാമൊഴി പകർന്ന് ദൈവത്തിനെ കണ്ടിട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം അവർ പഠിക്കുന്നതാണ്. സീനായി പർവ്വതത്തിൽ വെച്ച് മോശയും
അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും. 74 പേര് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ട് ഭക്ഷണം കഴിച്ചതാ. കണ്ടത് ആരെയാ? അദർശനായ ദൈവത്തിന്റെ ദൃശ്യരൂപത്തെയാണ് കണ്ടത്. ദൈവപുത്രനെയാണ് കണ്ടത്. അങ്ങനെ അവർക്കറിയാം ഈ ആളാരാന്ന്. അത്രമാത്രം അവർ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുക. അന്നേരമാണ് ഒരുവൻ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു വരുന്നത്. ഇവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, ഒന്നുമില്ലാത്ത ഒരുവൻ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പ്രശ്നം. എന്നാൽ പൊരുളും നിഴലും തമ്മിൽ ബന്ധിക്കാൻ, അത് ബന്ധപ്പെടുത്തി പഠിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. കർത്താവിൻ്റെ വചനം സ്പഷ്ടമായിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ ദൈവരൂപം എന്ന് പറയുന്നത് പൊരുളും, ദാസരൂപം എന്ന് പറയുന്നത്, ഈ മനുഷ്യരൂപം എന്ന് പറയുന്നത് നിഴലുമായി വന്നു. അതുകൊണ്ടാണ് അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇവനെ അംഗീകരിക്കാതെ എല്ലാവരും മാറി നിൽക്കുമ്പോൾ, ഇവനെ അംഗീകരിക്കാതെ എല്ലാവരും അവൻ പാപിയെന്നും അവൻ മരണയോഗ്യനെന്നും അവനെ എറിയാൻ കല്ലെടുത്തവരും അവനെ ഉപദ്രവിച്ചവരുമായിട്ട് അനസംഖ്യ ജനമായിരുന്നു പറയുമ്പോൾ, യേശുവിനെ സ്വീകരിച്ചതും യേശു തെരഞ്ഞെടുത്തതുമായ ശിഷ്യന്മാർ അവർ നോക്കി കണ്ടുപിടിച്ചു. എന്ത് കണ്ടു? ഇവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാണ്. ഇവനെ കണ്ട ഒരു മനുഷ്യന്റെ രൂപം ശരിക്കില്ല, സൗന്ദര്യമില്ല, അംഗീകരിക്കത്തക്കതായ ഒരു യോഗ്യതയും ഇവനിലില്ല. ശരി, സമ്മതിച്ചു. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരിത് കണ്ടു. ഏത് കണ്ടു? ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവൻ്റെ തേജസ് എന്ന് പറയുന്നത് അത് പഴയ നിയമം ഇസ്രായേൽ കണ്ടിട്ടുള്ള, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 74 പേര് കണ്ടതാ, മോശ കണ്ടതാ, പല യഹസ്കേൽ കണ്ടതാ. അങ്ങനെ ഇസ്രായേലിനൊരു ചരിത്രമുണ്ട്. ദൈവപുത്രനിൽ കൂടി ദൈവത്തെ കണ്ട ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. ആ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ശരിയാണ്. എന്താണ്? അന്ന് അവർ കണ്ട ആ ദൈവപുത്രൻ്റെ തേജസ് ഇവൻ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ലാത്തവനാണെങ്കിലും ഇവനിൽ അതുണ്ട്. അതാണ് ഇത് വെളിപ്പെട്ട സന്ദർഭമാണ്. താബോർ മലയിൽ യേശു ശിഷ്യന്മാരുമായി പോയതും അവിടെ വെച്ച് രൂപാന്തരപ്പെടുന്നതും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും ധരിച്ചിരുന്ന വസ്ത്രം ഏറ്റവും വെള്ളയായിട്ട് പ്രകാശിക്കുന്നതും മോശയും ഏലിയാവും അവനോട് ഒന്ന് സംസാരിക്കുന്നതും അവൻ്റെ രൂപം മുഖഭാവമാകെ മാറുന്നതെല്ലാം ഇവർ കണ്ടതാണ്. ഇത് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഇത് ആ സ്വർഗത്തിലിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ തേജസ്സല്ലേ ഇത്. അങ്ങനെ അവർ ഉറപ്പിച്ചു. എങ്ങനെ ഉറപ്പിച്ചു? ഇവൻ ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും സാക്ഷാൽ ഇവൻ്റെ പൊരുളെന്ന് പറയുന്നത് ദൈവപുത്രൻ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി. ഇത് കാണാത്തവരാരും നിൽക്കില്ല. അത് ഇന്നായിരുന്നാലും അതെ. സാക്ഷാൽ ഒരു ദൈവപുത്രനുണ്ടെന്നും ആ ദൈവപുത്രൻ്റെ തേജസ്സുണ്ടെന്നും ആ ദൈവപുത്രൻ്റെ തേജസ്സാണ് ഇവിടെ വന്ന് മനുഷ്യപുത്രനിൽ ഉണ്ടായിരുന്നതെന്നും വിശ്വസിക്കുന്നവൻ അതിൽ ഉറച്ചു നിൽക്കും. അവനെ ഇളക്കിയാൽ ഇളകില്ല. അവനെ ദൈവം നിർത്തുന്നതാണ്. ദൈവമാണ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കത്ത ചിന്ത, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇരിക്കുന്നത് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള വചനം, അരുളി ചെയ്തിട്ടുള്ള വചനം ഭൂമിയിൽ നിവർത്തീകരിച്ചപ്പോൾ നിഴലായ മനുഷ്യപുത്രനായി തീർന്നു. അടുത്തത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങളോ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായ തേജസ്സായി കണ്ടു. ഈ ഭൂമിയിൽ വന്ന് ജഡമായി തീർന്ന വചനം ജഡമായി തീർന്ന അവസ്ഥയിൽ രൂപഗുണമില്ലാത്ത ആ ജഡത്തെ നോക്കി ഞങ്ങൾ അതിൽ നിന്നൊരു കാര്യം കണ്ടു. എന്ത് കണ്ടു? ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്. ദൈവത്തിൽ നിന്നുള്ള ഏകജാതൻ എവിടെയിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഏകജാതൻ ഇരിക്കുന്നത് അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മടിയിലല്ല, മാർവിൽ. അത് മലയാള പ്രവർത്തനത്തിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അവൻ്റെ മാർവിലിരിക്കുന്ന, അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവപുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു
യേശുവിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭൂമിയിൽ വന്ന യേശു എന്ന മനുഷ്യൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ആളെന്നല്ല ഉത്തരം. അത് ഇവൻ്റെ പൊരുളാ. ഇവൻ തന്നെയാ അത്. അവിടെയാണ് വിഷയം. അനേകര് ഇതാണ് പിതാവ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത്? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശമായ കാലും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും വായിൽ നിന്ന് ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നതും അങ്ങനെ ഉള്ള ആ ഭയങ്കര രൂപമുണ്ടല്ലോ, വെള്ളോട്ട് സദൃശമായ കാലും ഒക്കെ ഉള്ള ആ ഭയങ്കരമായ രൂപമാണ് പിതാവെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഏതാ ഇവിടെ ഭൂമിയിൽ വന്ന് യേശു എന്ന മനുഷ്യൻ്റെ പിതാവ് ഈ സ്വർഗീയനായ ഈ രൂപമാണെന്നാണ്. ഇല്ല, അതാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രൻ. ഈ സ്വർഗത്തിൽ കാണുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഈ ഭയങ്കരമായ രൂപമാണ് ദൈവപുത്രൻ. അവൻ തന്നെയാണ് ദൈവശക്തി. ഭൂമിയിലുള്ള വന്ന മനുഷ്യനായ യേശു എന്ന് പറയുന്നത് അതിൻ്റെ നിഴലാണ്. അതല്ല പിതാവ്. പിന്നെയോ, യേശു എന്ന മനുഷ്യൻ നിഴലാണ്. ആ നിഴലിനൊരു പൊരുളുണ്ട്. ആ പൊരുൾ ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എവിടെ ഇരിക്കുന്നു? പിതാവായ ദൈവത്തിൻ്റെ മാർവിലിരിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിലിരിക്കുന്നു. അപ്പോൾ പിതാവാരാ? ഭൂമിയിൽ വന്ന യേശുവിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നോക്കി അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ആളല്ല. ആളിരിക്കുന്ന ആൾ വസിക്കുന്ന ഒരു ഇടമുണ്ട്, ഒരു ഹൃദയമുണ്ട്. ആ ആളാണ്. അതാണ് പിതാവ്. അവനാണ് പിതാവ്. അതിനെ അതിന് അതിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ ഇതിന് സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ആ കാണുന്ന ആൾക്ക് പിതൃത്വം കൊടുക്കുമ്പോൾ, അതാണ് പിതാവെന്ന് പറയുമ്പോൾ, ഈ ഭൂമിയിൽ വന്നയാളും അതും തമ്മിൽ രണ്ടായിട്ട് മാറിപ്പോവുകയാണ്. അങ്ങനെയല്ല. സിംഹാസനത്തിലിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ആള്, വെള്ളോട്ട് സദൃശ്യമുള്ള ആ കാലുള്ള ആ ആള്, ആ ആളിൻ്റെ നിഴലാണ് ഈ വന്ന മനുഷ്യൻ. ഇത് രണ്ടും ഒരാളാണ്. ജീവൻ സംബന്ധിച്ച് രണ്ടുപേർക്കും ഒന്ന് തന്നെയാണ്, ഒരു ജീവനാണ്. എന്നാൽ ആ പൊരുൾ വസിക്കുന്ന ഒരിടമുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, മാർവിൽ. ആ മാർവ് ആരുടെയാ? ആ മാർവ് ആരാ? അതാണ് പിതാവായ ദൈവം. അവനാണ് യേശുക്രിസ്തുവിൻ്റെ പിതാവ്.